ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക്, അതേപോലെ ക്ലച്ച്, എയർ ഫിൽറ്റർ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ ബാക്ക് ബോക്സ്, നമുക്ക് ഈ ബാക്കിലത്തെ എൻജിൻ റൂമിൻ്റെ ഭാഗം പോർഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് ടാങ്ക് ലിഡിൻ്റെ ഭാഗം തുറക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ ഈ ബാക്കിൽ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡോറിൻ്റെ ഈ ലെഗൊക്കെ ഇവിടെ പൊട്ടിയിരിക്കണം കേട്ടോ. ഈ സൈഡ് ഇത് നമുക്കിപ്പോൾ എങ്ങനെയാലും റിബേറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ആ സീറ്റിൻ്റെ ഉള്ളിൽ വന്ന കാരണം ആ കണ്ടീഷൻ അങ്ങനെ ഇരുന്നായിരുന്നു. കാരണം അതിൻ്റെ ഈ വന്ന ലെഗുകൾ ഇവിടെ വന്ന ലെഗ് കടന്നു പോയേക്കാണ്. എനിക്ക് തോന്നുന്നത് കറക്റ്റ് ലോക്ക് ഇല്ലാട്ടോ, ഇങ്ങനെ അടിച്ച് ടൈറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. ഇത് വെറും ഫൈബറിൻ്റെ ആയിട്ടാണിത്. നമ്മളിപ്പോൾ ഇച്ചിരി ബലത്തിലൊക്കെ താഴേക്ക് നല്ല അമർത്തി വിട്ട് കഴിഞ്ഞാലൊക്കെ പൊട്ടിപ്പോകാനായിട്ടുള്ളൊരു സാധ്യതയുള്ള സംഭവമാണിത്. ഇവിടെ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഇച്ചിരി ബലത്തിൽ അമർത്തിയാലും ഇവിടെ നിന്ന് നടന്നു പോകും. കാരണം പറയാൻ കാരണം വെച്ചാൽ ഇതിന് വേറെ യാതൊരു പിടുത്തമില്ല. അത് ഈ കാണുന്ന ലെഗ് മാത്രമേ ഉള്ളൂ. ഈ ലെഗും ഈ സൈഡിൽ നിന്ന് പോയത്. പിന്നെ ഇവിടെയും ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് മാത്രമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ബാക്കി വെച്ചാൽ വെറും ഫൈബറാണ് ഈ സാധനം കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ഐറ്റം നമ്മുടെ കയ്യിൽ പുതിയത് അവൈലബിൾ ഇല്ല, നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. അപ്പോൾ എന്ന് വെച്ചാൽ തൽക്കാലം എങ്ങനെയും പിടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഐറ്റം ഓർഡർ ചെയ്ത് വരുത്താം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം നല്ല ലൈനറാണ്, കമ്പനി ലൈനർ തന്നെ കിടക്കണം. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നും ആയുള്ള, കാരണം കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കി നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗമായാലും ക്ലച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് വേറെ നമുക്ക് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. ക്ലച്ചിൽ ഈ ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ആക്കാവുന്നുള്ളൂ. വേരിയേറ്റർ ബോഡിയൊക്കെ ആയാലും ഫ്രഷാണ്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. CVT ക്ലച്ചിൻ്റെ പുള്ളി യൂണിറ്റൊക്കെയാണ്, അതും വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. കൂട്ടത്തിൽ കൂടെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഇട്ടേക്കാം. കാരണം നമുക്ക് എപ്പോഴെങ്കിലും കിക്കറൊക്കെ ഉപയോഗിക്കേണ്ടി വന്നാൽ അതല്ലെങ്കിൽ ടൈറ്റായിട്ട് കിടക്കും. അപ്പോൾ അത് നമുക്ക് കൂട്ടത്തിൽ കൂടെ ചെയ്ത് പോയേക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല കേബിളാണ്, പ്ലേ ഒക്കെ അത്യാവശ്യത്തിനുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററി നമുക്കിതും ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 2024 മോഡൽ ബാറ്ററിയാണ്. വാറണ്ടിയിലുള്ള ബാറ്ററിയാണ് എങ്കിൽ കൂടി സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് കൂട്ടത്തിൽ കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 12.98 റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വോൾട്ട് ഉണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. ബാറ്ററി ഓക്കെയാണ് കേട്ടോ. നിലവിൽ പുതിയ ബാറ്ററിയാണ്, എന്നാൽ പോലും നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ആയാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗമൊക്കെ ആയാലും വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബ്രേക്കും അത്യാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് യൂണിറ്റ് കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട്. വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. നമുക്ക് നല്ല നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്ക് മാത്രമേ ഉള്ളൂ. അതിനകത്ത് എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ മാറുമ്പോൾ ഓയിലിൻ്റെ ബോൾട്ടിൻ്റെ വാഷും ഓറിയും കൂടി നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടാൻ കിടക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിലത്തെ ഇതിൻ്റെ കേസാണ്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ ചെയ്തിടാം. പിന്നെ ഈ സൈഡൊക്കെ ചെറിയൊരു ഡെൻ്റ് ആയിട്ടുണ്ട്, ചെറിയൊരു ചിളക്കൊക്കെ വന്നിട്ടുണ്ട് ഈ സൈഡിലത്തെ റൈറ്റ് സൈഡിൻ്റെ ഭാഗത്തുണ്ട്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതേപോലെ തന്നെ അതിൻ്റെ ഈ ബാക്കിലത്തെ ടയർ വളരെ മോശം അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഒട്ടും ഗ്രിപ്പില്ല, തീരെ കട്ടയില്ലാത്തൊരു അവസ്ഥയിലാണ്. അത് നമുക്ക് അതിൻ്റെ സൈഡിൽ ഗ്രൂ നോക്കണ്ട, സെൻട്രൽ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഒട്ടും പെടുത്തില്ല. അത് റോഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ വണ്ടി ഓടും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പാളിച്ചൊക്കെ കാണിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വണ്ടി ഏതായാലും ഒരു 4-5 മണിക്കുള്ളിലേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും വിളിച്ചോളാം. ഓക്കെ.